പ്രിയമുള്ളവരെ, മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന സിനിമ എൻ്റെ കുട്ടിക്കാലത്ത് ഇറങ്ങിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ പങ്കുവയ്ക്കുന്ന വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചൊക്കെ ധാരണയില്ലാത്ത കാലത്താണ് ആ സിനിമ ആദ്യമായിട്ട് കാണുന്നത്. കാഴ്ചകൾ എന്നിൽ അവശേഷിപ്പിച്ചത് ചില സീനുകൾ മാത്രമാണ്. അതിലൊന്ന്, സുഹാസിനി ചേച്ചി കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു മരത്തിലിടിച്ച് അപകടപ്പെടുന്നതും മരണമടയുന്നതും ആ മരണത്തിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം അഗാധമായ ദുഃഖത്തിൽ എത്തിപ്പെടുന്നതൊക്കെയാണ്. കൂടെ ഒരു പാട്ടും ആ ഓർമ്മകളുടെ അവശേഷിപ്പായി കുറേ കാലം നാവിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി എന്ന പാട്ടാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ ആ സിനിമ കൈകാര്യം ചെയ്യുന്ന കുറേ വിഷയവൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടത്. ആ സിനിമ ആത്യന്തികമായ ഒരു പ്രണയത്തെ പ്രഘോഷിപ്പിക്കുന്ന സിനിമയാണ്. രണ്ട് പേരുടെ ഇടയിൽ സംഭവിക്കുന്ന പ്രണയത്തെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പ്രണയത്തെ പ്രഘോഷിപ്പിക്കുന്ന സിനിമയാണ്. മമ്മൂട്ടി ചെയ്ത കഥാപാത്രവും സുഹാസിനി ചെയ്ത കഥാപാത്രവും. ആ പ്രണയത്തെ വ്യത്യസ്തമാക്കുന്നത് അതൊരു ഇൻ്റർ റിലീജിയസ് പ്രണയമാണെന്നുള്ളതാണ്. 2 മതക്കാരുടെ ഇടയിൽ സംഭവിക്കുന്ന പ്രണയമാണെന്നുള്ളതാണ്. ആ പ്രണയത്തിലേക്ക് എത്തിച്ചേരുന്നത് ഒരു പ്രദേശത്ത് ഡോക്ടറായി എത്തിച്ചേരുന്ന മമ്മൂട്ടിയും അയാളുടെ സുഹൃത്തായ ഡോക്ടറും അയാളുടെ സഹോദരിയുമായ പ്രണയിനിയും. ഇങ്ങനെയാണ് ആ സിനിമയുടെ ഒരു കുടുംബ ഗാർഹിക അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഒരുപാട് സംഘർഷങ്ങളുണ്ട്. ഒന്ന്, മമ്മൂട്ടിയും ആ നായികയുടെ സഹോദരനായിട്ടുള്ള ഡോക്ടറും തമ്മിൽ രൂപപ്പെടുന്ന സംഘർഷങ്ങളുണ്ട്. മതത്തിൻ്റേതായിട്ടുള്ള ചില സംഘർഷങ്ങളുണ്ട്. അച്ഛനും മകളും തമ്മിലുള്ള, പ്രത്യേകിച്ച് അമ്മയില്ലാത്ത അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധവും അത് നിർമ്മിക്കുന്ന വൈകാരിക അടുപ്പവും ചില കെട്ടുകളും നിബന്ധനകളും, ഇതൊക്കെ എങ്ങനെ പല തരത്തിൽ രൂപപ്പെടുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളെ പിൻപറ്റിയാണ് ഈ പ്രണയത്തിൻ്റെ ധാരകളെ നിർമ്മിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിന് അനുഗുണമായ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കവിതകൾ രചിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, സിനിമ ചില പുരാവൃത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്ഷിയെക്കുറിച്ചുള്ള പുരാവൃത്തം, ഒരു ദേവിയെക്കുറിച്ചുള്ള പുരാവൃത്തം, ഒരു വിശ്വാസത്തെക്കുറിച്ചുള്ള പുരാവൃത്തം. ഈ പുരാവൃത്തങ്ങളൊക്കെ അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം കൂട്ടിക്കലർത്തി വേണം ഈ സിനിമയ്ക്ക് ഒരു കാവ്യാഖ്യാനം ശ്രമിക്കുക, സമാന്തരമായ ഒരു കാവ്യാഖ്യാനം അല്ലെങ്കിൽ പാട്ട് പദ്ധതികൾ പാട്ടുകളെ ശമിക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് പാട്ട് എഴുതാൻ നിയോഗിക്കപ്പെട്ട ആൾ ONV ആണ്. അപ്പം ONV ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലളിതസുന്ദരമായ വരികൾ ഈ പാട്ടിലുണ്ടാകുമെന്നുള്ള ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ ലാളിത്യവും ഭാവനയുമാണ് ഈ വരികളിൽ. നമുക്ക് ഈ പാട്ടിലേക്ക് വന്നാൽ, നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി നീ പാടാത്തതെന്തേ, ഏത് പൂമേട്ടിലോ മേടയിലോ നിന്റെ തേൻകുടം വെച്ചു മറന്നു, പാട്ടിൻ്റെ തേൻകുടം വെച്ച് മറന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നായകൻ നായികയെ കാണുന്നത് എന്താണ്? ഒരു പാട്ടിനെ പിൻപറ്റി അയാൾ എത്തിച്ചേർന്ന അവസ്ഥയിലാണ്. അപ്പം നമ്മുടെ നായിക പക്ഷിയെ പോലെ സുന്ദരിയായിട്ടുള്ള ഒരാളാണ്. പക്ഷിയെ പോലെ പാട്ട് പാടാൻ കഴിവുള്ള ഒരാളാണ്. അങ്ങനെ ഒരു പക്ഷിയെ പിൻപറ്റി, ആ പക്ഷിയുടെ പാട്ട് പിൻപറ്റി നായികയിൽ എത്തിച്ചേരുന്ന നായകൻ്റെ അവതരണവും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ് ശരിക്കും
ഈ പാട്ടിൽ പ്രതീകവൽക്കരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സമാന്തരമായി ഇത്തരത്തിലുള്ള ഒരു പക്ഷി പുരാവർത്തത്തെ പിൻപറ്റി ആ പക്ഷിയെ തേടിയുള്ള നായികയുടെ സഞ്ചാരവും ഈ പാട്ടിൽ പ്രതീകവൽക്കരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പം ഏത് പൂമേട്ടിലോ മേടയിലോ നിന്റെ തേൻകുടം വെച്ച് മറന്നു, പാട്ടിൻ്റെ തേൻകുടം വെച്ച് മറന്നു. അപ്പം അത്രയും മനോഹരമായി പാട്ട് പാടുന്ന പക്ഷി ഇപ്പോൾ നിശബ്ദയാണ്, അല്ലെങ്കിൽ അദൃശ്യമാണ്. ആ പക്ഷിയുടെ ദൃശ്യത എന്ന് പറയുന്നത് ആ പക്ഷിയുടെ പാട്ടാണ്, മനോഹരമായ പാട്ടാണ് ആ പക്ഷിയുടെ അസ്തിത്വത്തെ അല്ലെങ്കിൽ ആ ദൃശ്യതയെ, അവിടുത്തെയുള്ള വിസിബിലിറ്റിയെ തീരുമാനിക്കുന്ന കാര്യം. പക്ഷെ ആ പാട്ട് എവിടെ വെച്ചാണ് മറന്നു പോയിട്ടുള്ളത്, എവിടെയാണ് ആ പാട്ട് കേൾക്കാനില്ല എന്നുള്ള ഒരാണ്. പിന്നെ അടുത്ത വരികളിലേക്ക് വന്നാൽ, മുട്ട് പോലെ നിന്റെ ഓമൽ കുരുന്നുടൽ കണ്ടു. അപ്പം നീ എത്ര നമ്മുടെ നായികയെ അല്ലെങ്കിൽ അതിനെ പ്രതീകവൽക്കരിക്കുന്ന പക്ഷി എത്രമാത്രം വശ്യയാണ് അല്ലെങ്കിൽ സൗന്ദര്യയുക്തയാണ് എന്ന് പ്രതീകവൽക്കരിക്കുന്ന വരികളാണ്. താമര പൂമെട്ട് പോലെയുള്ള മെയ്യുള്ളവളാണ്. താമരയുടെ പൂമെട്ടിൻ്റെ ഭംഗിയുള്ള ഉടലുള്ള ഒരാളാണ്. അതേപോലെ തന്നെ എന്താണ്, ഗോമേതകത്തിൻ്റെ മണികൾ പോലെ ആ മലക്കണ്ണുകൾക്കുണ്ട്. ഗോമേതകം എന്ന് പറഞ്ഞ ഒരു രത്നമാണ്, ചുവന്ന കളറിലുള്ള ഒരു രത്നമാണ് ഗോമേതകം. അപ്പോൾ ഗോമേതകത്തിൻ്റെ ഭംഗിയുള്ള കണ്ണുള്ളവളാണ്. അപ്പം അത്രയും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ അതിനെ പ്രതീകവൽക്കരിക്കുന്ന പക്ഷിയാണ് നായകൻ കാണുന്നത്. പിന്നെയാ കൺകളിൽ കണ്ടു നിന്റെ തേൻകുടം പോയ ദുഃഖം. പിന്നെയാ കൺകളിൽ കണ്ടു നിന്റെ തേൻകുടം പോയ ദുഃഖം. അപ്പം പാട്ടിൻ്റെ തേൻകുടം, എന്നോടൊട്ടിച്ചേർന്ന അനുരാഗത്തിൻ്റെ ഈണങ്ങൾ നീ എവിടെ വെച്ചാണ് മറന്നത്? നിന്നിൽ അത്രമേൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള അനുരാഗത്തിൻ്റെ രാഗങ്ങൾ, ഈണങ്ങൾ നീ എവിടെയാണ് വെച്ച് മറന്നുപോയത്? നിന്റെ ജീവിത സന്ത്രാസങ്ങളുടെ ദുഃഖം നിന്റെ മിഴികളിൽ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. നീ തേടുന്നതെന്തോ കിട്ടാതിരിക്കുന്നതിൻ്റെ ദുഃഖം നിന്റെ മിഴികളിൽ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നായികയെ ചുറ്റിപ്പറ്റി നായകൻ്റെ ഭാവനകളും ആ ഭാവനകൾക്ക് ആമുഖമെന്ന നിലയ്ക്ക് നായികയെ പക്ഷിയുമായി പ്രതീകവൽക്കരിക്കുന്ന ഒരു രൂപക നിർമ്മാണവും കൂടി സത്യത്തിൽ ഈ പാട്ടിൽ ഉള്ളടങ്ങിയിട്ട് രണ്ട് പ്രതലങ്ങളിൽ പാട്ട് ഉപയോഗിക്കും. നായിക പക്ഷിയോട് താതാത്മ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പാട്ടാഖ്യാനമായിട്ട് സിനിമയിൽ ഇത് വരുന്നുണ്ട്. രണ്ടാമതെന്താണ്, നായകൻ നായികയെ ഈ പക്ഷിയോട് താതാത്മ്യപ്പെടുത്തുന്ന രൂപകമായിട്ടും ഈ സിനിമയിൽ ഈ പാട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമ അവസാനിക്കുന്ന എടുത്ത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു സംഘർഷ മുഹൂർത്തത്തിൽ നായിക ഒരു അപകട മരണത്തിൽപ്പെടുകയും നായകൻ ഒറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർക്കിടയിൽ ജനിച്ചൊരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ സാമീപ്യം കൊതിക്കുന്ന മാതൃപിതാവ്, അതേപോലെ അമ്മാവി, കുട്ടികളില്ലാത്ത അമ്മാവി, ഈ കുട്ടിയിൽ നിന്ന് അല്പം പോലും പിരിയാൻ കഴിയാത്ത അച്ഛൻ, ഇങ്ങനെയുള്ള ഒരുപാട് വൈകാരിക ഭാവങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. ആ അർത്ഥത്തിൽ ഈ സിനിമ എന്നുള്ളത് നമ്മുടെ ആ കാലത്ത് ജനിച്ച മലയാളി കുട്ടികളുടെ അല്ലെങ്കിൽ മലയാളികളുടെ കാതുരമായ ഓർമ്മകളായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഈ സിനിമ എന്ന് നമുക്ക് പറയാൻ കഴിയും.